KKVUPS ഓൺലൈൻ ക്ലാസ് തല പ്രവർത്തനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 7ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ഓർമ്മയുടെ ജാലകം, അതിൽ അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്നുള്ള പാഠഭാഗമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പാഠഭാഗത്തിൻ്റെ പ്രവേശക പ്രവർത്തനമായി നൽകിയിട്ടുള്ളത് ഒരു അഭിമുഖ സംഭാഷണത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. പ്രശസ്ത കവിയും സാഹിത്യ നിരൂപകനുമായ പ്രൊഫസർ ആർ രാമചന്ദ്രനുമായി നടത്തിയ അഭിമുഖമാണത്. യാത്രകൾ വളരെ ഇഷ്ടമായിരുന്ന കവി യാത്രാ അനുഭവങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ കാര്യമാണ് സംഭാഷണത്തിൽ നൽകിയിരിക്കുന്നത്. അജന്തയിലേക്കുള്ള യാത്ര കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അജന്ത എന്ന കവിത എഴുതിയത്. അതായത് മനസ്സിനെ തീവ്രമായി സ്പർശിച്ച അനുഭവങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും മായാതെ കിടക്കുമെന്നും അത് ഒരുപാട് കാലത്തിന് ശേഷം ഏതെങ്കിലും ഒരു സർഗപ്രക്രിയയ്ക്ക് നിമിത്തമായി തീരുമെന്നുള്ളതാണ് അജന്ത എന്ന കവിത ഉണ്ടാകാൻ ഇടയായത്. യാത്രകൾ പോകുന്നത് ദൂരേക്കാവണമെന്നില്ല, തൊട്ടടുത്തുള്ള യാത്രകളാണെങ്കിലും അത് മനസ്സിലെ മായാത്ത ഓർമ്മയായിരുന്നാൽ ഏതെങ്കിലും തരത്തിൽ കഴിവ് തെളിയിക്കാൻ നമുക്ക് സാധിക്കും. അത് സർഗപ്രക്രിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഥയോ കവിതയോ ചിത്രമോ ഏത് വിധത്തിലും ആകാം. ഇവിടെ ഒരു കവിതയുടെ രൂപത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അജന്ത എന്ന കവിതയിൽ അദ്ദേഹത്തിൻ്റെ യാത്ര മുഴുവനുമായി അതിനകത്ത് പറയുന്നില്ല. പ്രധാനമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്പർശിച്ചത് ശ്രീബുദ്ധൻ്റെ 6 അടി പൊക്കത്തിലുള്ള ഒരു വിഗ്രഹം. ആ വിഗ്രഹത്തിൽ 4 മണി കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ തട്ടുന്ന സൂര്യരശ്മിയുടെ ആ ഒരു സൗന്ദര്യമാണ്. അത് കാണുമ്പോൾ അദ്ദേഹത്തിന് ശ്രീബുദ്ധൻ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. അതിലെ ആ പറയുന്ന ഒരു വരികൾ, ആ 2 വരികൾ മാത്രമേ അതിനകത്ത് കവിതയിൽ പറഞ്ഞിട്ടുള്ളൂ. ആ വരികൾ ഇതാണ്: എൻമിഴിയിൽ തെളിയുന്നിതനുതാപാർദ്രം തഥാഗത മന്ദസ്മിതം. അദ്ദേഹത്തിൻ്റെ ആ മന്ദസ്മിതം കാണുമ്പോൾ അല്ലെങ്കിൽ ആ സൂര്യപ്രകാശം തട്ടുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരിയുടെ ആശയം അല്ലെങ്കിൽ അദ്ദേഹം പുഞ്ചിരിക്കുന്നത് എന്തിനാണെന്നാണ് കവി പറയുന്നത്? ആ ജീവിതത്തെ ഓർത്ത് സഹതാപത്തോടെ പുഞ്ചിരിക്കുന്നത് പോലെ. ജീവിതം വ്യർത്ഥമാണ്, ജീവിതത്തെക്കുറിച്ച് ജീവിതത്തിൽ പലതും വെട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ പലതിനും വേണ്ടി സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ പലതിനും വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഒക്കെ വെറുതെ ആണല്ലോ എന്നുള്ളൊരു സഹതാപത്തെക്കുറിച്ച്. അത് ജീവിതം നൈമിഷികമാണ്, നശ്വരമാണ്, അനശ്വരമല്ല. അതുകൊണ്ടായിരിക്കണം അതുകൊണ്ട് അദ്ദേഹം പുഞ്ചിരിക്കുന്നത് പോലെ തോന്നുന്നു എന്നാണ് കവി ആ വരികളിലൂടെ പറയുന്നത്. ഇതുപോലെ ഒരുപാട് ഓർമ്മകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പം നിങ്ങളുടെ മറക്കാനാവാത്ത ഒരു ഓർമ്മ അല്ലെങ്കിൽ ഈ പ്രായം വരെയുള്ള 7ാം ക്ലാസ് കാലഘട്ടം വരെയുള്ള ആ ഓർമ്മയിൽ നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു അനുഭവം കുറിപ്പായിട്ട് എഴുതണം. അത് ഒരു പ്രവർത്തനമാണ്. ഇനി ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൃതികൾ അല്ലെങ്കിൽ കവിതകൾ, സിനിമാ ഗാനങ്ങളൊക്കെ മലയാളത്തിലുണ്ട്. ചില വരികളൊക്കെ നിങ്ങൾക്കറിയാം. ഉദാഹരണത്തിന് ONV കുറുപ്പിൻ്റെ മോഹം എന്ന കവിത. മോഹം എന്ന കവിതയിൽ അദ്ദേഹം തൻ്റെ വിദ്യാലയത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എഴുതുന്ന കവിതയാണ് മോഹം. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അദ്ദേഹത്തിൻ്റെ മോഹം, ആ മോഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകളെല്ലാം തന്നെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ വൈലോപ്പിള്ളിയുടെ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. ഈ കവിതയിലും മാമ്പഴം എന്ന കവിതയിലും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതുപോലെ ഒട്ടനവധി സിനിമാ ഗാനങ്ങൾ, കവിതകൾ ഉണ്ട്. ഇവയൊക്കെ നിങ്ങൾ ശേഖരിക്കണം. ഇനി ഈ പ്രവേശക പ്രവർത്തനത്തിന് ശേഷം നമ്മുടെ പാഠഭാഗമായ അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ. അളകനന്ദ എന്ന് പറയുന്ന നദി ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന നദിയാണ് അളകനന്ദ. അപ്പോൾ അളകനന്ദയുടെ തീരത്തുള്ള വെള്ളാരം കല്ലുകളാണ് ഇതിനകത്തെ പ്രധാന പ്രതിപാദ്യം എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഇതെഴുതിയത് രാജൻ കാക്കനാടൻ. വളരെ സുപരിചിതമായ ഒരു പേരല്ല, പക്ഷെ കാക്കനാടൻ എന്ന പേര് നിങ്ങൾക്ക് ചിലരുടെയെങ്കിലും ഓർമ്മയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അറിയാം. കാക്കനാടൻ എന്ന് പറയുന്നൊരു എഴുത്തുകാരൻ ഉണ്ട്. റോദ പോലുള്ള ചെറിയ നോവലൊക്കെ എഴുതിയിട്ടുള്ള നല്ല പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് കാക്കനാടൻ. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് രാജൻ കാക്കനാടൻ. അദ്ദേഹം ഒരു ചിത്രകാരനാണ്. ചിത്രകാരനായ രാജൻ കാക്കനാടൻ എഴുതിയ ഹിമവാൻ്റെ മുകൾ തട്ടിൽ എന്ന് പറയുന്ന പുസ്തകം, ഹിമവാൻ്റെ മുകൾ തട്ടിൽ എന്ന പുസ്തകത്തിലെ പുസ്തകം എന്ന് പറയുന്നത് യാത്രാ വിവരണ ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യം. അതിലെ പിപ്പൽ കോട്ടയിലേക്കുള്ള യാത്ര എന്ന അധ്യായത്തിലെ ഒരു ഭാഗമാണ് പാഠഭാഗം. ഈ യാത്രാവിവരണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്ന് പറയുന്നത് പാറേമാക്കാൾ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകമാണ്. അതുമുതൽ വർത്തമാന പുസ്തകം മുതൽ വൈവിധ്യമാർന്ന കൃതികൾ നമുക്കുണ്ടായിട്ടുണ്ട്, നമ്മുടെ സഞ്ചാര സാഹിത്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സന്ദേശകാവ്യങ്ങളും ഈ യാത്രാവിവരണത്തിൻ്റെ ഒരു പ്രതീതി തരുന്നതാണ്. അപ്പോൾ യാത്രാവിവരണങ്ങളെ മലയാളിയുടെ പ്രിയപ്പെട്ട വായനാ മാറ്റിയത് എസ് കെ പൊറ്റക്കാടാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യ കൃതികൾ എഴുതിയിട്ടുള്ളത്. അപ്പം അതേ യാത്രാവിവരണം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്ഥലകാലങ്ങളുടെയും ചരിത്രത്തിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് നേരനുഭവങ്ങളായി നമുക്ക് തോന്നും. വായിക്കുമ്പോൾ യാത്രാവിവരണം വായിക്കുമ്പോൾ നമ്മളും അവർക്കൊപ്പം എഴുത്തുകാരനോടൊപ്പം നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിലെ അനുഭവങ്ങൾ നമുക്കും അനുഭവപ്പെടുന്ന തരത്തിലാണ് എസ് കെ പൊറ്റക്കാടിൻ്റെയൊക്കെ രചനകളിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭൂതി. പിന്നെ പ്രധാനപ്പെട്ട മറ്റ് സഞ്ചാര സാഹിത്യകാരന്മാരെന്ന് പറയുന്നത് ജോർജ് ഓണക്കൂർ, സക്കറിയ, രവീന്ദ്രൻ, ആഷാ മേനോൻ, സച്ചിദാനന്ദൻ തുടങ്ങിയവരും ഇവിടെ യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോരുത്തരുടെ യാത്രാവിവരണങ്ങൾ ഓരോ ശൈലിയിലുള്ളതാണ്. അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന യാത്രാവിവരണം പഠിച്ചു. അതേ ശൈലിയല്ല നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്ന അളകനന്ദയിലെ വെള്ളാരംകല്ലുകൾ എന്ന പാഠഭാഗത്തിലെ യാത്രാവിവരണം. ഇവിടെ അളകനന്ദയിലെ യാത്രാവിവരണത്തിൽ ഹിമാലയത്തിൻ്റെ അനന്യമായ സൗന്ദര്യത്തോടൊപ്പം അവിടെ ജീവിക്കുന്നവരും എത്തിപ്പെടുന്നവരുമായ മനുഷ്യരുടെ അവസ്ഥാന്തരങ്ങളും ഈ യാത്രയിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ യാത്രയിൽ അനുഭവിപ്പിക്കുന്ന തരത്തിലാണ് ലേഖകൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഈ യാത്രികനോടൊപ്പം വായനക്കാരും ഇതിലേക്ക് കൂടെ യാത്ര ചെയ്യുകയാണ്. യാത്രയുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ പിപ്പൽ കോട്ടയിലേക്കുള്ള വഴിക്കിടയിലെ അളകനന്ദയുടെ തീരത്തെ ഓറഞ്ച് തോട്ടങ്ങളുടെ ഇടയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ എത്തിപ്പെടുന്നതാണ് ഈ പാഠഭാഗത്തെ പ്രതിപാദ്യം. അവിടെ ഒരു വീട്ടിൽ ചെലവഴിച്ച് വളരെ കുറച്ച് നിമിഷങ്ങൾ യാത്രികൻ്റെ മനസ്സിനെ അഗാധമായി സ്പർശിക്കുന്നു. യാത്രാനുഭവം എന്നതിനേക്കാൾ ചിലപ്പോൾ ഒരു ചെറുകഥ പോലെ നമുക്ക് ഈ പാഠഭാഗം വായിക്കുമ്പോൾ തോന്നും. മറ്റു ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയും അത്രമാത്രം മനോഹരമാണ്, അല്ലെങ്കിൽ അത്രമാത്രം യാഥാർത്ഥ്യമാണ് ഇതിലെ ഭാഷ, അല്ലെങ്കിൽ അത്രത്തോളം സൗന്ദര്യമുള്ളതാണ് ലളിതമാണിതിലെ ഭാഷ. രാജൻ കാക്കനാടൻ എഴുതിയ ഹിമവാൻ്റെ മുകൾ തട്ടിൽ എന്ന കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. അതിൽ പിപ്പൽ കോട്ടയിലേക്കുള്ള യാത്ര എന്ന അധ്യായത്തിലെ ഒരു ഭാഗമാണ് അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ. രാജൻ കാക്കനാടനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, പല ആവർത്തി നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മുന്നിൽ വെച്ച് നന്നായി വായിച്ച് അതിന് നിങ്ങൾ തന്നെ ഒരു റേറ്റിംഗ് സ്കെയിൽ കൊടുക്കാം. ഉറക്കെ വായന, അക്ഷരസ്ഫുടതയോടെ വായിക്കുക, അക്ഷരത്തെറ്റില്ലാതെ വായിക്കുക, ശബ്ദ നിയന്ത്രണത്തോടെ വായിക്കുക. ശബ്ദ നിയന്ത്രണം എന്ന് പറയുമ്പോൾ എല്ലാ വാക്യങ്ങളും ഒരേ രീതിയിലാണോ വായിക്കേണ്ടത്? അല്ല, സംഭാഷണ ശകലങ്ങളൊക്കെ വരുമ്പോൾ അതിന് ചിലപ്പോൾ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ശബ്ദ നിയന്ത്രണത്തോടെ വളരെ ഭാവത്തോടെ ഒക്കെ വായിച്ചതിന് ശേഷം നിങ്ങൾ ഓരോരുത്തർക്കും വായിച്ചതിന്
മാർക്ക് നിങ്ങൾക്ക് തന്നെ ഇടാം. ABCD എന്ന ഗ്രേഡ് നൽകി ഓരോരുത്തരും വായിച്ച നിങ്ങളുടെ വായന വീട്ടുകാർക്ക് വിലയിരുത്താനും കൂടെ ഒരു അവസരം നൽകണം. അപ്പോൾ എല്ലാവരും അച്ഛൻ്റെയോ അമ്മയുടെയോ മുന്നിൽ, അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്നായി പാഠഭാഗം പല ആവർത്തി വായിച്ചതിന് ശേഷം ആണ് നമുക്കിതിലെ പഠന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പാഠഭാഗം വായിച്ചാൽ മാത്രമേ ഇനിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാഠഭാഗം വായിച്ചതിന് ശേഷം അതിനകത്ത് പാഠഭാഗത്തിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കി എന്ന് ആശയഗ്രഹണത്തിനുതകുന്ന ചില ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. യാത്രികൻ ചെന്ന ഗ്രാമം ഹിമാലയത്തിലാണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു? അപ്പോൾ ആ പാഠഭാഗത്ത് ഹിമാലയം ആണ് എന്ന് പറയുന്ന മനസ്സിലാക്കുന്ന തരത്തിലുള്ള വാചകങ്ങൾ ഉണ്ട്. അപ്പോൾ ആ ഭാഗം ഏതാണെന്ന് കണ്ടെത്തണം. പിന്നെ ആദ്യം അപരിചിതനായി തോന്നിയ ആളിനെ പിന്നീട് പരിചിതനായി വീട്ടുകാർക്ക് അനുഭവപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാളിനെ ആദ്യം കാണുമ്പോൾ പരിചിതമില്ലാത്ത ആൾ 1-2 കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാതെ പരിചയം കൂടുതലുള്ള ആളായി മാറാറുണ്ട്. അപ്പം അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ വായിച്ചാൽ മാത്രമേ ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പിന്നെ അതുപോലെ അവിടുത്തെ സാമൂഹിക സ്ഥിതി പറയുന്നുണ്ട്. സാമൂഹിക വ്യവസ്ഥ, ജമീന്ദാരി വ്യവസ്ഥ എന്ന് പറയുന്നത് ഇത് ഉത്തരേന്ത്യയിലെ ഒരു കാർഷിക മേഖലയിലെ ഒരു സ്ഥലമാണ്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജമീന്ദാരികളുടെ തോട്ടമാണ് അവിടുത്തെ ഓറഞ്ച് തോട്ടം. അപ്പോൾ അവിടെ പണിയെടുക്കുന്ന ആൾക്കാരായിരുന്നു അവിടെയുള്ള അധികം ആൾക്കാർ. അപ്പോൾ അങ്ങനെ അവിടെ പണിയെടുക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു നമ്മൾ കണ്ട അച്ഛനും അമ്മയും സിംല എന്ന കഥാപാത്രമൊക്കെ. അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചതിന് ശേഷം ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തണം. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 പ്രവർത്തനങ്ങളാണ് തൊട്ട് താഴെ തന്നിരിക്കുന്ന സങ്കല്പിച്ചെഴുതാം. സങ്കല്പിക്കാൻ നമുക്ക് ആരുടെ അനുവാദം വേണ്ട, അല്ലേ? നമുക്ക് എന്ത് വേണോ സങ്കല്പിക്കാം. പക്ഷേ സങ്കല്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ ആശയം ഉണ്ടായിരിക്കണം. ഇപ്പോൾ 1ാമത്തെ ചോദ്യമായി നൽകിയിരിക്കുന്നത്, ബാബു, എൻ്റെ മകൻ്റെ കത്താണിത്. ദില്ലിയിലേക്ക് പോയ മകൻ അച്ഛൻ എഴുതിയ ആ കത്തിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കും? അപ്പം പോയിട്ട് മാസങ്ങളോളമായിട്ട് ഒരു വിവരവുമില്ല, ഒരു കത്ത് വന്നിട്ട് ഒരുപാട് നാളായി എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ ആ മകൻ്റെ കത്ത് അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കുന്നു, ബാബുവിനെ കൊണ്ടുവന്ന് കാണിക്കുന്നു. പക്ഷേ അവർക്ക് പിന്നെ ഇത് എവിടെ നിന്നാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. അപ്പം കത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്കറിയാനൊരു വഴിയുണ്ട്. എന്താണ്? നമ്മൾ ഓരോരുത്തരും ആ കത്തിനകത്ത് എന്താണ് എന്ന് സങ്കല്പിച്ചെഴുതണം. അപ്പോൾ ഉള്ളടക്കത്തെക്കുറിച്ചൊരു ആശയം നമുക്കുണ്ടാവണ്ടേ? അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക്? അപ്പോൾ ഈ കത്തിനകത്ത് ചിലപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. ഒരു മഹാനഗരത്തിലാണല്ലോ മകൻ എത്തിപ്പെട്ടത്. അപ്പോൾ ആ മഹാനഗരത്തിൽ എത്തിപ്പെട്ട മകന് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം? കത്തിനകത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് മകൻ്റെ അനുഭവങ്ങൾ. പിന്നെ എന്താണ്? നഗരം കണ്ടപ്പോൾ അവൻ പേടിച്ചിട്ടുണ്ടോ? അതോ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ? നഗരം അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ? പിന്നെ എന്താണ്? എവിടെയായിരിക്കും അവൻ താമസിക്കുന്നത്? എവിടെയാണ് അവൻ താമസിക്കുന്നത്? അവന് എന്തെങ്കിലും ജോലിയുണ്ടോ? എന്തായിരിക്കും ചെയ്യുന്നത്? പിന്നെ തൻ്റെയും കുടുംബത്തിൻ്റെയും ഭാവിയെക്കുറിച്ച്, അവൻ വീട്ടിൽ ദാരിദ്ര്യമൊക്കെ ആയതുകൊണ്ടാണ് ദൂരേക്ക് 14 വയസ്സുകാരനായ മകൻ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവൻ്റെ വീടിൻ്റെ ഭാവിയെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും? വീട്ടുകാരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തൊക്കെ തോന്നലുകളായിരിക്കും ഉണ്ടാകുന്നത്? ഇതൊക്കെയായിരിക്കും അവൻ്റെ കത്തിനകത്തുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നല്ലൊരു കത്ത്, ആരുടെ കത്താണ് എഴുതുന്നത്? ആ മകൻ അച്ഛൻ എഴുതിയ കത്തായിട്ട് വേണം എഴുതേണ്ടത്. അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് അവൻ കത്തെഴുതുന്നത്. ആ കത്താണ് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാക്കേണ്ടത്. പിന്നെ അടുത്തതൊന്നെന്ന് പറയുന്നത്, അടുത്തത് കുഞ്ഞു മനസ്സ് പറയുന്ന, നമ്മളതിനകത്ത് പരിചയപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് സിംല. സിംലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അവളുടെ സഹോദരൻ പോയതിന് ശേഷം അവൾക്ക് ഒരു സന്തോഷവുമില്ല. പക്ഷേ ഡൽഹി വാലയെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് വന്ന
ബാബുവിനെ കണ്ടപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. അവൾ ഓടിച്ചെന്ന് എന്താണ് ചെയ്തത്? അവർ പണ്ട് കളിക്കുമായിരുന്ന അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ പിറക്കിക്കൊണ്ടുവന്ന് ഒരു വെള്ള കല്ലിൻ്റെ കടലാസ് പൊതി യാത്രക്കാരന് കൊടുക്കുന്നു. ഈ പൊതി യാത്രക്കാരന് കൊടുക്കുന്നു എങ്കിലും അവൾക്ക് അവളുടെ ജ്യേഷ്ഠനോട് എന്തൊക്കെ പറയാനും ഉണ്ട്. അവൾ ജ്യേഷ്ഠനോട് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നുള്ളതും കൂടി ഒന്ന് എഴുതി നോക്കൂ. അപ്പോൾ എന്തൊക്കെയായിരിക്കും കൊച്ചു മനസ്സ് ജ്യേഷ്ഠനോട് പറയുന്നത്? ഇപ്പോൾ ചേട്ടനെക്കുറിച്ച് ചില ഓർമ്മകളുണ്ടായിരിക്കും. പിന്നെ പിരിഞ്ഞതിന് ശേഷം ഉണ്ടായ എന്തെല്ലാം കാര്യങ്ങളാവും അവൾ പറയുന്നത്. കാണാതായതിനു ശേഷം, ചേട്ടനും അനുജത്തിയും കാണാതായതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ ജ്യേഷ്ഠനോട് പറയാൻ കാണില്ലേ? അപ്പോൾ അത് പിന്നെ ചേട്ടനെക്കുറിച്ച് അവൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. ചേട്ടൻ ജോലി ചെയ്ത് നന്നായി വരുന്നു എന്നൊക്കെ ഉള്ള പ്രതീക്ഷകളുണ്ടാവും. അപ്പോൾ അത് പിന്നെ വെണ്ണക്കല്ലുകൾ പിറക്കി വയ്ക്കുമ്പോൾ അവൾ എന്തൊക്കെയായിരിക്കും സങ്കല്പം? ജ്യേഷ്ഠനും അനുജത്തിയും വെള്ളാരം കല്ലുകൾ വെച്ച് കളിക്കുമ്പോൾ ജ്യേഷ്ഠൻ ഇഷ്ടപ്പെട്ട നിറം ഏതാണെന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവൾ പറയുന്നതായിട്ട് വേണം ആ ഒരു കുറിപ്പിലും തയ്യാറാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്, സിംലയെ പരിചയപ്പെട്ട ആ രാത്രി യാത്രക്കാരൻ തൻ്റെ ഡയറിയിൽ എന്തെല്ലാമായിരിക്കും കുറിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 3 പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സിംലയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ പല കാര്യങ്ങളും കാണും. അപ്പോൾ ഡയറി എഴുതുക. ഡയറി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായ ഒന്നാണ്. അപ്പോൾ യാത്രികൻ എത്തപ്പെട്ട പ്രദേശത്തിൻ്റെ പ്രത്യേകത എഴുതാം. പിന്നെ അതിനകത്ത് വേണമെങ്കിൽ ചിത്രമൊക്കെ വരയ്ക്കാം. പിന്നെ അന്ന് അയാൾ പരിചയപ്പെട്ടത് ആരെയൊക്കെയാണ്, അന്ന് അയാൾക്കുണ്ടായ പ്രധാന അനുഭവം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലുള്ള എല്ലാ പേരും ഒരാളെക്കുറിച്ച് ആലോചിച്ച് അതിൽ അദ്ദേഹത്തിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പേര് കേട്ടപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ഒരാൾ എന്ന് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം, അതൊക്കെയാണ് അദ്ദേഹത്തിന് അയാൾക്കുണ്ടായ പ്രധാന അനുഭവം. ആ അനുഭവം അയാളുടെ മനസ്സിലുണ്ടാക്കിയ ചിന്തകൾ, ഇതെല്ലാം പിന്നെ എന്തായിട്ട് ഡയറിയിലുണ്ടാവണം. സിംല കൊടുത്ത വെള്ളാരം കല്ലുകളെക്കുറിച്ച്, സിംലയുടെയും ചേട്ടൻ്റെയും മുഖം, അളകനന്ദയും ഡൽഹിയും, ഇതൊക്കെ ഈ വരികളിൽ അല്ലെങ്കിൽ ഈ ഡയറിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ഉൾപ്പെടുത്തി ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കാം. യാത്രികനൊരു ചിത്രകാരനാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ എഴുതുന്ന ഡയറിക്ക് അനുയോജ്യമായ ചിത്രങ്ങളൊക്കെ കൊടുക്കാം. അതായത് പിന്നെ സിംലയുടെ ചിത്രം വേണമെങ്കിൽ വരയ്ക്കാം, അളകനന്ദയുടെ വെള്ളാരം കല്ലുകൾ അല്ലെങ്കിൽ അളകനന്ദ ഒഴുകിപ്പോണ ആ ഒരു ഇത് വരയ്ക്കാം. പിന്നെ ഓറഞ്ച് തോട്ടങ്ങൾ വേണമെങ്കിലൊക്കെ ഈ ഡയറിയിൽ ഒരു പശ്ചാത്തലമായി നമുക്ക് നൽകാം. അപ്പോൾ ഈ 3 ഓർമ്മ, നിങ്ങളുടെ മറക്കാത്ത ഒരു അനുഭവം, പിന്നെ അതുപോലെ ഈ സങ്കല്പിച്ചെഴുതാനുള്ള 3 പ്രവർത്തനങ്ങൾ, പിന്നെ ഈ പാഠഭാഗം നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ഇതിലെ പദങ്ങളുടെ ശേഖരണം കൂടി നടത്തണം. എത്രയും പെട്ടെന്ന് എഴുതി എനിക്ക് അയച്ചു തരണം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, പാഠഭാഗങ്ങൾ നന്നായി പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക.